നമസ്കാരം. ചെറുവണ്ണൂർ കക്കരമുക്കിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ യുവതി വെന്തു മരിച്ച ദാരുണമായ സംഭവത്തിൽ അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനാകാതെ അധികൃതർ വലയുന്നു. നാടിനെ നടുക്കിയ ഈ വലിയ ദുരന്തം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാറിന് എങ്ങനെയാണ് തീപിടിച്ചതെന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാവുകയാണ്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് ചെറുവണ്ണൂർ കക്കരമുക്ക് സ്വദേശി രജിൻലാലിന്റെ ഭാര്യ പൂവത്തുംചാലിൽ സോന കാറിനുള്ളിൽ വെന്തു മരിച്ചത്. ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച കാറാണ് പെട്ടെന്ന് കത്തിയമർന്നത്. അപകടത്തിൽ 60% പൊള്ളലേറ്റ സോനയുടെ ഭർത്താവ് രജിൻലാൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകാത്തത് അന്വേഷണ സംഘത്തെയും നാട്ടുകാരെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ഈ ദുരൂഹത ഇരട്ടിയാക്കുന്നതാണ്. സാധാരണയായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ പടർന്നതെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ നിഗമനം. എന്നാൽ പെട്രോൾ ഓടുന്ന ഈ വാഹനത്തിന്റെ ഇന്ധന ടാങ്കിൽ യാതൊരുവിധ ചോർച്ചയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടൊപ്പം തന്നെ സാധാരണ നിലയിൽ തീപിടുത്തത്തിന് കാരണമാകാറുള്ള എഞ്ചിന്റെ റേഡിയേറ്റർ ഭാഗത്തോ വാഹനത്തിലെ AC സംവിധാനത്തിലോ യാതൊരുവിധ തകരാറുകളും പ്രശ്നങ്ങളും കണ്ടെത്താൻ ഫോറൻസിക് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാറിന്റെ മുൻഭാഗത്ത് വലിയ തോതിൽ തീപിടിച്ചിട്ടില്ല എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഉറപ്പിച്ച് പറയാനാകൂ എന്നാണ് ഫോറൻസിക് വിദഗ്ധർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും സംഭവസ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡിലൂടെ പോവുകയായിരുന്ന കാറിൽ നിന്നും പെട്ടെന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് അപകടത്തിന്റെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാറിന് തീപിടിച്ച ഉടൻ ഡ്രൈവർ സീറ്റിൽ നിന്നും രജിൻലാൽ പുറത്തിറങ്ങിയിരുന്നു. വസ്ത്രമാകെ തീ പടർന്ന രജിൻലാൽ സമീപത്തെ തോട്ടിലിറങ്ങിയാണ് സ്വയം തീയണച്ചത്. ഈ സമയം കാറിൽ രജിൻലാൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ കരുതിയത്. എന്നാൽ തോട്ടിൽ നിന്നും കയറി രജിൻലാൽ തന്റെ ഭാര്യ ഉള്ളിലുണ്ടെന്ന് നിലവിളിച്ചപ്പോഴാണ് കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. അതിനിടെ വലിയ തോതിൽ കാറിനുള്ളിൽ തീ പടർന്ന് പിടിച്ചിരുന്നു. കാറിന്റെ പിൻഭാഗത്തെ സീറ്റിലായിരുന്ന സോന ഡോർ ലോക്ക് ആയതിനെ തുടർന്ന് ഉള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. നാട്ടുകാർക്ക് രക്ഷിക്കാൻ കഴിയുന്നതിലും വേഗത്തിൽ കാർ പൂർണ്ണമായും അഗ്നിക്കിരയായി. പിന്നീട് പേരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവസ്ഥലത്ത് എത്തിയ ശേഷമാണ് തീ പൂർണ്ണമായും അണച്ച് സോനയുടെ മൃതദേഹം പുറത്തെടുത്തത്. മേപ്പയൂർ പോലീസാണ് ദാരുണ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും ശാസ്ത്രീയ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. 3 വർഷം മുൻപാണ് രജിൻലാലും സോനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം. വിദേശത്തായിരുന്ന രജിൻലാൽ 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ആദ്യ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് 6 മാസം ഗർഭിണിയായ സോനയെ മരണം കവർന്നത്. സോനയുടെ മൃതദേഹം ശനിയാഴ്ച രാത്രിയോടെ പാലേരി കല്ലിക്കണ്ടിയിലെ കുടുംബ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു.